വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 27 66 മുതൽ 69 വരെയുള്ള സൂക്തങ്ങൾ. അതല്ല, പരലോകത്തെക്കുറിച്ച യാതൊരു ബോധവും അവർക്കില്ലാതായിരിക്കുന്നു. തികഞ്ഞ സന്ദേഹത്തിലാണവർ, തികച്ചും അന്ധതയിലാണവർ. പരലോക നിഷേധികൾ ചോദിക്കുകയാണ്, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മണ്ണായി കഴിഞ്ഞാൽ, മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നോ? ഇതൊക്കെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകളാണ്, ഇതിഹാസങ്ങൾ മാത്രമാണ് ഇതൊക്കെ. അവരോട് പറയുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, ദൈവധിക്കാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കി മനസ്സിലാക്കുക. പരലോകത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള അറിവുകൾ അത് ലഭിക്കുന്നത് പ്രവാചകന്മാരിലൂടെയും അവർക്ക് നൽകപ്പെട്ട ദൈവിക സന്ദേശങ്ങളിലൂടെയുമാണ്. എന്നാൽ അവയെ പറ്റെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവർക്ക് പരലോക ജീവിതത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവുകയില്ല. പിന്നീട് അവർക്ക് അതേക്കുറിച്ച് പലതരം ഊഹങ്ങളും സന്ദേഹങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക. ചിലരുടെ ധാരണ, അങ്ങനെ ഒരു പരലോകവും വിചാരണയൊക്കെ ഉണ്ടായാൽ തന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ആരാധനാമൂർത്തികളും മറ്റുള്ള ദൈവങ്ങളുമൊക്കെ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകും എന്ന് ധരിക്കുന്നവരാണ്. എന്നാൽ പരലോകത്ത് യാതൊരു ആരാധനാമൂർത്തിയും ശുപാർശകനും സഹായിക്കാനായിട്ട് അവിടെ ഉണ്ടാവില്ല. ദൈവീക വിചാരണയ്ക്ക് മുമ്പാകെ ഓരോരുത്തരും ഹാജരാകേണ്ടി വരും. ഇഹലോകത്ത് ചെയ്തു കൂട്ടിയ ഏതൊരു കർമ്മവും ഏതൊരു പ്രവൃത്തിയും അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. ഖുർആനിൽ പറഞ്ഞതുപോലെ ഈ ദുനിയാവിൽ ആര് അണുത്തൂക്കം നന്മ ചെയ്തുവോ അതവിടെ കാണും. അതുപോലെ തന്നെ ആര് ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ അതും അവിടെ കാണുക തന്നെ ചെയ്യും. ദൈവധിക്കാരികളെയും അധർമ്മികളെയും പിടികൂടിയ ദൈവീയ ശിക്ഷയിൽ നശിച്ച് നാമാവശേഷമായ സമൂഹങ്ങളുടെ ചരിത്രം ഭൂമിയിലെമ്പാടുമുണ്ട്. അവിടെയൊക്കെ ഒരിക്കലെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ പ്രവാചക ഉത്ബോധനങ്ങളെ തള്ളിക്കളഞ്ഞ ദൈവധിക്കാരികളുടെയൊക്കെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരൊക്കെ ഇനി പരലോകത്ത് ദൈവിക വിചാരണക്കായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന ഒരു ഉത്ബോധനമാണ് ഈ സൂക്തങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിന് നൽകുന്നത്.